സച്ചേട്ടൻ ഇത് എവിടേക്കാ? എടോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്കിങ്ങനെ ഈ വീടിനകത്തിരുന്നാ വല്ല ഭ്രാന്തം പിടിക്കും. താൻ വരുന്നെങ്കിൽ വാ, എവിടെയെങ്കിലും പോയി കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ഇരുന്നാ ഉള്ള സ്വസ്ഥത കൂടി പോവും. അങ്ങനെ സ്വസ്ഥത പോയൊരവസ്ഥയല്ല സച്ചേട്ട ഇപ്പൊ ഞാനും. എടോ, അത് തന്നെ ഞാനും പറഞ്ഞത്. ആ ധനുഷിന്റെ വിലയില്ലാത്ത പ്രകടനങ്ങള് നമ്മൾ എന്തിനാ കാണുന്നേ? ഞാൻ പറഞ്ഞത് ധനുഷിന്റെ കാര്യമല്ല, പിന്നെ അജയന്റെ കാര്യം. അജയന്റെ കാര്യം? എടോ, അവനെന്ത് ചെയ്തു? ഞാൻ പറയുന്ന കാര്യം അതേപോലെ തന്നെ സച്ചേട്ടനും എടുക്കണം. അജയനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ജീവിച്ചിരിപ്പില്ല. ആരോ അവനെ തീർത്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നടന്നതെങ്കിൽ അത് അവസാനം നമ്മുടെ തലയിൽ തന്നെ വരും. അവനെ അവസാനം കണ്ടത് നമ്മളാ, ഉപദ്രവിക്കുകയും ചെയ്തു. എടോ, അതിന് വേറെ തെളിവൊന്നുമില്ലല്ലോ. ഇനി അഥവാ അവനെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിലേക്ക് എങ്ങനെ വരും? സാധാരണയായിട്ട് ചിന്തിച്ചാ നമ്മളിലേക്ക് എത്തില്ല, പക്ഷേ നമ്മളിലേക്ക് എത്തിക്കും. അതിന് അവന്തിയടുത്തെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. എനിക്കൊന്നും ഉറപ്പാ സച്ചേട്ടാ, നമ്മൾ അവനെ കെട്ടിയിട്ട് പോന്ന ശേഷം മറ്റാരോ അവനെ അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോ അവന്തിയടുത്തെ ആവാം, ധനുഷാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ആവാം. നമ്മൾ പോന്നതിന് ശേഷം അവിടെ എന്താ നടന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രതിസ്ഥാനത്ത് നമ്മളാവും. എന്തേലും ആവുന്നത് വരെ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും. അജയന്റെ അമ്മാവനോട് അവന്തിയെടുത്ത് അജയനെ കാണാനില്ലെന്നുള്ള വിവരം പോലീസിനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യം ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിപ്പോ ഇവിടെ ആരോട് പറഞ്ഞാലും ധനുഷിന്റെ കാര്യം പോലെ ആവുകയുള്ളൂ. എല്ലാം തിരികെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ അനഘയുടെ കാര്യം മുഴുവനും പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കുകയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ സച്ചേട്ടാ, അജയന്റെ മിസ്സിങ്ങിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റിയാ നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. നമ്മളിപ്പോൾ തെളിയിക്കാൻ നടക്കുന്നതുൾപ്പെടെ എല്ലാം അതോടെ പുറത്തു വരും. ധനുഷിന്റെ സ്നേഹയുടെയും വിവാഹം നിർത്തിവെക്കാനുള്ളതും ഈ സംഭവത്തിന്റെ അവസാനം നമ്മളെ തേടിയെത്തും. നമ്മുടെ ഈ ഊഹങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കേണ്ട കാര്യമുള്ളൂ. താൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം നമ്മൾ എവിടെ തുടങ്ങും? നമ്മൾ എവിടെയാണോ അജയനെ അവസാനമായി കണ്ടത് അവിടെ നിന്ന് തന്നെ. ആ ഗോഡൌണിൽ നിന്നോ? അതെ. അജയനെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി അവിടെ തന്നെ ഉണ്ടാവും. അതല്ല, അവനെ ആരെങ്കിലും അവിടെ നിന്ന് മാറ്റിയെങ്കിൽ അതും അറിയണം. ജീവിച്ചിരിക്കുന്ന ധനുഷിന്റെ പുറകെ പോകുന്നതിനേക്കാളും ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അജയന്റെ പുറകെ നമുക്കൊന്ന് പോയി നോക്കാം. പോകുന്ന വഴി പറയാം. ഇപ്പൊ ഒന്നും പറഞ്ഞു നിൽക്ക സമയമില്ല. നീ വാ. സന്ദീപേ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുക്ക വേഗം.
അനഘയെ വിവാഹം കഴിക്കാനായിട്ട് വന്ന അജയനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ലെങ്കിലേ ചോദിക്കേണ്ടവരെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാം. ഹലോ മാഡം, നീ എവിടെയാ? ഞാനിവിടെ വീടിനടുത്തുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരി മാഡം. മനസ്സിലായോ? ഓക്കെ മാഡം. അർച്ചന, ഇനി അജയന്റെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ അകത്തേക്ക് വരണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചേട്ടാ. എന്നാ വാ. ഇവിടെ മുമ്പ് എന്തോ ഫാക്ടറി ആയിരുന്നു. അവര് വേറെന്തോ തുടങ്ങാനുള്ള പ്ലാനാണ്. അല്ല, നിങ്ങളിവിടെ ജോലിക്ക് എന്നിട്ട് കുറെ ദിവസമായോ? ഇല്ല, 2 ദിവസമായുള്ളൂ. നിങ്ങൾ ഇവിടെ വന്നപ്പോ ദേ ആ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ കുറച്ച് നിലവിളക്കും പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ വശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശരി ഏട്ടാ. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചേട്ടാ? ഏതായാലും നമ്മൾ വന്നതല്ലേ, മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഇവിടേക്ക് വന്നാ ഈ സ്ഥലം ഇതുപോലെ ആയിരിക്കണമെന്നില്ല. സന്ദീപേ, നീ ആ സൈഡിലേക്ക് നോക്ക്. ഞാനും അർച്ചനയും ഇവിടൊക്കെ നോക്കാം. ശരി ഏട്ടാ. ശരി. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. സച്ചേട്ടാ,
ഇത് രക്തക്കറയാണല്ലോ. അപ്പോ നമ്മുടെ സംശയം ശരിയാണ് അർച്ചന. അജയൻ ജീവനോടുണ്ടെന്ന്. തിരിച്ചു പോയല്ലോ അല്ലേ? ഇനി നീ ഇവിടെ നിൽക്കണമെന്നില്ല. ആ ശരി മാഡം. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ സംശയം പകുതിയെങ്കിലും ശരിവെക്കാൻ പറ്റി. ആനയ്ക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചു വരുത്തി അജയനെ വകവരുത്തുക എന്നതായിരുന്നു ഏട്ടത്തിയുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് അന്ന് നമ്മൾ വന്നതുകൊണ്ട് അത് നടന്നു കാണില്ല. ചിലപ്പോ നമ്മൾ പോയതിനു ശേഷം ഏട്ടത്തി ഏൽപ്പിച്ച മറ്റാരെങ്കിലും അത് ചെയ്തു കാണും. ഇനി ഇവിടെ നിൽക്കണ്ട. ഏടത്തി പറഞ്ഞു വിട്ട ആരെങ്കിലും നമ്മളെ കണ്ട അവരിപ്പോ തന്നെ അതിന്റെ പരിഹാരം ആലോചിച്ച് തുടങ്ങും. അതുകൊണ്ട് ഇവിടുന്ന് വേഗം പോവാൻ നമുക്ക്. സച്ചിയേട്ടാ ഒന്ന് നിന്നേ. ഞാനിത് എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ. ഇതേ മോഡലിലുള്ള എത്രയോ കണ്ടിട്ടുണ്ട്. അല്ലേട്ടാ, നമ്മുടെ ആരുടെയോ കാറിൽ ഇതുപോലെ. നിനക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വണ്ടി വെച്ചേക്കും. ഇതുപോലുള്ള ചെറിയ സംശയങ്ങൾ പോലും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം ഒരു ധാരണയായ സ്ഥിതിക്ക് അജയനെ കുറിച്ചുള്ള അന്വേഷണം നമ്മളിനി എവിടെ തുടങ്ങും സച്ചേട്ടാ? ഇനി ഒരിക്കലും അജയനെ കാണാൻ സാധിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അജയനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? അതിന് അജയന്റെ ഫ്രണ്ടിനെ നമുക്കാർക്കും അറിയില്ലല്ലോ. അവന്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആകെയുള്ളത് അമ്മാവൻ. അയാൾ എന്നെ കണ്ടാ ഒന്നും പറയില്ലെന്ന് മാത്രമല്ല, എന്നോട് നല്ല ദേഷ്യം കാണും. ആതിരയുമായുള്ള അജയന്റെ നിശ്ചയത്തിന്റെ അന്നുണ്ടായ സംഭവം അയാള് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല. അത് ചിലപ്പോ ഒരു സോറിയിൽ തീരുന്ന പ്രശ്നേ കാണൂ സച്ചേട്ടാ. അജയനെ കാണാത്ത വിഷമത്തിലായിരിക്കും അവരൊക്കെ. അവന്തിയെടുത്തിയോട് അജയന്റെ അമ്മാവൻ എന്താണ് പറഞ്ഞതെന്നും അവന്തിയെടുത്തി അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്നും അറിയണം നമുക്ക്. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒന്നുകൂടി എടുത്തി വിളിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അദ്ദേഹത്തെ കൊണ്ട് ഫോണിൽ ചോദിപ്പിച്ചാ അവന്തിയെടുത്ത് എന്തുത്തര പറയുന്നത് നോക്കാം. എന്നിട്ട് ഉറപ്പിക്കാം നമുക്ക് ബാക്കിയല്ല. ചിലപ്പോ എടുത്തോടെ ആൾ പറയാത്ത എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാലോ?
ഞാൻ മീരടുത്തെ ഒന്ന് വിളിച്ച് അജയന്റെ അമ്മാവിന്റെ വീട്ടിലെ അഡ്രസ്സ് ഒന്ന് ചോദിക്കാം. എന്നിട്ട് പറ്റുവാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതുവരെ ഒന്ന് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്യാം. ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് എടുത്താൽ മതി. അവിടുന്ന് 3ാമത്തെ വീടാ. നീ വണ്ടി എടുക്ക്. അങ്കിൾ, അങ്കിൾ, വീട് ഇത് തന്നെയല്ലേ? ആ, ഇത് തന്നെയാ. അങ്കിൾ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ശ്ശെ. പോയാലോ? നീ അച്ഛനെ കാണാൻ കയറുന്നില്ലേ? അതിനാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നത്. ശ്ശേ, ആ അമ്മാവനെന്ന് പറയുന്ന ആള് പിന്നെ ഇത് എവിടെ പോയി? ഇന്നൊരു പക്ഷേ അവരെവിടെയെങ്കിലും പോയതായിരിക്കും. നാളെ സമയമുണ്ടല്ലോ. അദ്ദേഹത്തെ എത്രയും വേഗം കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അവൻ്റെ അടുത്ത് വിലക്കിയിരിക്കുന്നുണ്ട്. പോലീസിൽ കേസൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. എങ്കിലും നമുക്കൊന്ന് പറയണം, കേസ് കൊടുക്കരുതെന്ന്.
രക്തക്കറ കണ്ടതും നമ്മുടെ സംശയമൊന്നും തൽക്കാലം ആരെ അറിയിക്കണ്ട. ഇത് നമ്മൾ 3 പേരിൽ തന്നെ ഒതുങ്ങിയ മതി ഇപ്പോ. അജയനെ അവിടെ വെച്ച് തന്നെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. അതും നിലവിളക്കെടുത്ത് അടിച്ചിട്ട്.